ഹല്ലേലൂയ. വിശ്വാസം തകർന്ന കുടുംബങ്ങളുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ചില അമ്മമാരൊക്കെ ഇന്നലെയൊക്കെ ദിവസം പറഞ്ഞു, മക്കൾ പള്ളിയിൽ പോകുന്നില്ല, വിശ്വാസമില്ല, പ്രാർത്ഥിക്കുന്നില്ല, ധ്യാനത്തിന് വിളിച്ചാൽ വരത്തില്ല. അമ്മമാരും വിഷമിക്കുന്നു, അപ്പന്മാരും വിഷമിക്കുകയാണ്. ഹല്ലേലൂയ. സ്നേഹത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. ആദ്യമേ ഭാര്യ ഭർത്താക്കന്മാര് സ്നേഹിക്കാൻ തുടങ്ങണം. മനസ്സിൽ എന്തെങ്കിലും വെറുപ്പോ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് നിങ്ങൾ സ്നേഹത്തിൽ ഒന്നായിട്ട് ഒന്ന് ജീവിക്കാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാകും. നിങ്ങളുടെ മക്കള് ശരിയായ വഴിയിലേക്ക് വരികയും ചെയ്യും. ഹല്ലേലൂയ. അടിസ്ഥാനപരമായിട്ട് കുടുംബത്തില് സ്നേഹം നഷ്ടപ്പെടുന്നു, ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാകുന്നു, പ്രാർത്ഥനാ ജീവിതമില്ലാതാകുന്നു, വിശ്വാസമില്ലാതാകുന്നു. അങ്ങനെ കുടുംബം തകരുകയാണ്. പല മാതാപിതാക്കളും ഞായറാഴ്ച ദിവസം കുട്ടികളെ വേദപാഠ ക്ലാസ്സിൽ കാറ്റഗിസത്തിന് പോലും വിടുകയില്ല. അന്ന് ട്യൂഷനുണ്ട്. ഇതൊക്കെ സത്യമായ കാര്യമാണ്. ട്യൂഷന് വിടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊന്നും ഇവർക്ക് വിഷയമല്ല. പിള്ളേരുടെ പഠിത്തം നിങ്ങൾ വിശ്വാസത്തിൽ വളർത്തിയില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ നശിക്കും. അടുത്ത ഒരു തലമുറ നമുക്ക് നഷ്ടമാവുകയാ. വിശ്വാസത്തിൽ ജീവിക്കേണ്ട ഒരു തലമുറയാ നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മുടെ മക്കൾക്ക് വിശ്വാസമില്ലെങ്കിൽ അവർ വിവാഹം കഴിച്ചാൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് അവർ വിശ്വാസം കൊടുക്കുമോ? നമ്മുടെ മക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യം മാതാപിതാക്കന്മാർ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാവണം. പ്രാർത്ഥിക്കണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, കുമ്പസാരിക്കണം, ദേവാലയമായിട്ടും സഭയുമായിട്ടും വലിയ ഒരു ബന്ധമുണ്ടാവണം. അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് മാതാപിതാക്കന്മാർ വരണം. അപ്പോൾ മക്കളും അതിലേക്ക് വരും. വിശ്വാസ ജീവിതത്തിൽ മക്കളെ നയിക്കുക ഇന്ന് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ്. ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒത്തിരി അങ്ങനെ വളരെ വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന എത്രയോ അനുഭവങ്ങൾ. ഹല്ലേലൂയ. അവർക്ക് ഒരു യേശു അനുഭവമില്ല യുവതിവാക്കന്മാർക്ക്. അതുകൊണ്ട് അവർ യേശുവിൽ നിൽക്കാത്തത്. ഏതാനും നാൾക്ക് മുമ്പ് എനിക്കറിയാവുന്ന മാതാപിതാക്കളാണ്. അവരുടെ ഒരു മകൻ, അവരുടെ ബന്ധുക്കളുടെ ഇവൻ പള്ളി പോകത്തില്ല, കുമ്പസാരിക്കത്തില്ല, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു, കഞ്ചാവൊക്കെ അടിക്കും, ലഹരിയൊക്കെ ഉണ്ട്. ഒരിക്കൽ ഈ പയ്യനെ എൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഞാൻ ഇവനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞൊക്കെ അവൻ കിട്ടു. അവൻ പറഞ്ഞു, ബ്രദറെ, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്കൊരു അനുഭവം ഉണ്ടാവണം. എനിക്ക് പേഴ്സണലായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ ഞാൻ വിശ്വസിക്കാം, അല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. അവന് കത്തോലിക്ക കുടുംബത്തിൽ നല്ല പയ്യനാണ്, മിടുക്കനാണ്, ഇപ്പം നല്ല ജോലിയൊക്കെ ഉണ്ട്, നല്ല സാലറി ഉണ്ട്, മിടുമിടുക്കനാണ്. പള്ളിയിൽ പോകില്ല, കുമ്പസാരിക്കുകയില്ല, പ്രാർത്ഥനയില്ല. അവൻ പറയുന്നു, എനിക്കൊരു അനുഭവം ഉണ്ടായാൽ ഞാൻ വിശ്വസിക്കാം. യുവതീവാക്കന്മാർ പലരും പറയുന്നതാ, ഞങ്ങൾക്ക് ഒരു ക്രിസ്തു അനുഭവം ഉണ്ടാവട്ടെ, ഞങ്ങൾ വിശ്വസിക്കാം. കൊണ്ട് നമ്മുടെ മക്കൾക്ക് ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പണ്ടത്തെ കാലം ഇത്, അവർ ബുദ്ധിയിൽ ചിന്തിക്കുന്നു, സയൻസ് അതൊക്കെ അവർ പറയുന്നു. ദൈവം ഇല്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട് കത്തോലിക്ക കുടുംബങ്ങളിൽ. ദൈവമൊന്നുമില്ല, ഒക്കെ ചുമ്മാ പറയുന്നതാണ്. ഹല്ലേലൂയ. മക്കൾക്ക് ആഴമായ ഒരു ദൈവാനുഭവം കൊടുക്കുവാൻ ആദ്യമേ മാതാപിതാക്കന്മാര് വിശ്വാസത്തോടെ പ്രാർത്ഥനയിലേക്ക് വരണം. പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ സ്നേഹം ഉണ്ടാവണം, സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവണം. മക്കൾ ഈ സ്നേഹം അനുഭവിക്കണം. പിന്നെ അവർക്കൊരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു ശക്തമായ ദൈവാനുഭവം അവർക്ക് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ ടീമിലുണ്ടായിരുന്ന ഒരു കുഞ്ഞേട്ടൻ ഉണ്ട്, കൗൺസിലറൊക്കെ ആയിരുന്നു, നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ കുഞ്ഞേട്ടൻ്റെ അയൽവാസിയാണ്. അപ്പോൾ അവിടുത്തെ മൂത്ത മകനാണ്. അവന് വലിയ ആഗ്രഹം പട്ടാളത്തിൽ ചേരണം, പട്ടാളക്കാരനാകണം. ഒരിക്കൽ ഈ മാതാപിതാക്കളൊക്കെ ഒന്ന് നമ്മുടെ ധ്യാനം കൂടി ഇവനെ എൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഞാൻ ഇവനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, മോനെ, നീ ഒരു ധ്യാനത്തിന് പോവാ, ഉറപ്പായിട്ടും നിനക്ക് കർത്താവ് അനുഗ്രഹം തരും, നീ ഒരു പട്ടാളക്കാരനാവെന്ന് പറഞ്ഞു. അവന് എൻ്റെ വാക്ക് വിശ്വസിച്ച് ധ്യാനത്തിന് വന്നു. ആ ധ്യാനത്തിൽ അവൻ കണ്ട അത്ഭുതങ്ങളും സൗഖ്യങ്ങളും
അവൻ തിരിച്ചറിഞ്ഞു യേശു ദൈവമാണെന്ന്. ഞാൻ അവന് ഒരു സമ്പൂർണ്ണ ബൈബിൾ കൊടുത്തു. ഞാൻ പറഞ്ഞു, മോനെ ഇത് വായിക്കണം. ധ്യാനമൊക്കെ കഴിഞ്ഞു. അതിനിടയ്ക്ക് എന്നെ കാണാൻ വീട്ടിലൊക്കെ വരും, പ്രാർത്ഥിക്കും. നല്ലൊരു പയ്യൻ, നല്ലൊരു 6 അടി പൊക്കമുണ്ട്. അവൻ്റെ ഒരിക്കലിനെടുക്കുമെന്ന് പറഞ്ഞു. കൊല്ലത്ത് പട്ടാളത്തിലേക്ക് ആളെടുക്കുന്നൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, അതിന് പോകണം. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നീ പൊക്കോ, നിന്നെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ആ തവണത്തെ, അതിനു മുമ്പ് പലതവണ പോയി തോറ്റുപോയതാണ്. പക്ഷെ അത്തവണ പോയി ഇൻ്റർവ്യൂ പാസ്സായി. എൻ്റെ ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ട്, എല്ലാത്തിനും പാസ്സായി. അങ്ങനെ പട്ടാളത്തിൽ അവന് കിട്ടി. ട്രെയിനിങ് പീരീഡൊക്കെ കഴിഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ ഓർക്ക് നിന്നും ഞങ്ങൾ വേളാങ്കണ്ണിക്ക് വന്ന സമയം ഇവൻ പറഞ്ഞു ഇവനും വരുന്നു പറഞ്ഞു. ഇവനും വേളാങ്കണ്ണിക്ക് വന്നു. ഭയങ്കര ദൈവഭക്തനായി. ഒരു ദിവസം അവൻ്റെ അമ്മ എന്നെ കണ്ടപ്പോൾ പറയാം, ബ്രദറെ, അവന് അവധിക്ക് വന്നപ്പോൾ അമ്മ ഒരു ദിവസം എൻ്റെ മുറിയിൽ നോക്കി. അപ്പോൾ ഇവൻ കിടന്നുറങ്ങി. അവൻ്റെ കിടക്കുന്ന കട്ടിലിൻ്റെ തലയ്ക്കൽ ഞാൻ കൊടുത്ത സമ്പൂർണ്ണ ബൈബിളുണ്ട്. വായിച്ചിട്ട് അത് അവിടെ കട്ടിൽ വെച്ചോണ്ടാണ് കിടന്നുറങ്ങുന്നത് ആ ചെറുപ്പക്കാരൻ. ഹല്ലേലൂയ. ഇനി സംഭവിച്ച് അവനൊരു ദിവസം ഇങ്ങനെ ബൈബിളൊക്കെ വായിച്ചിട്ട് രാത്രിയും അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുക. അവൻ പറഞ്ഞ അനുഭവം. അവൻ പറഞ്ഞു, എൻ്റെ മുറിയിൽ ഞാനൊരു ആൾ രൂപത്തിൽ വലിയ ഒരു പ്രകാശം കണ്ടു. ശരിക്കും അത് യേശുവാ ഞാൻ കണ്ടു. അവൻ പറയുക, അത് യേശുവാ ഒരാൾ രൂപത്തിൽ ഇരുട്ടിനകത്ത്, അതായത് ലൈറ്റൊക്കെ നിർത്തി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ഒരു പ്രകാശത്തിൽ മുറിയിൽ അവൻ യേശുവിനെ കണ്ടു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അവൻ്റെ കല്യാണമൊക്കെ നടന്നു. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ആയി. അവൻ യേശുവിൻ്റെതായിട്ട് മാറുകയാണ്. അവന് വ്യക്തമായ ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ടാ അവൻ ജീവിതത്തിൽ യേശുവിനെ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ യുവാക്കന്മാർക്ക് അനുഭവം ഉണ്ടാകുന്ന വിധത്തിലുള്ള ദൈവ ശുശ്രൂഷകള്, വചന ശുശ്രൂഷകളൊക്കെ നടക്കേണ്ടിയിരിക്കുന്നു. അവിടെ കൺമുമ്പിൽ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഒക്കെ കാണണം. ഇതൊക്കെ നടക്കും. ഈ ബൈബിളിൽ പറയുന്നത് എല്ലാം സത്യമാണെന്ന് അവർക്ക് ബോധ്യമുണ്ടാവണം. പണ്ടത്തെ പോലൊന്നും ഇന്ന് പിള്ളേരൊന്നും വിശ്വസിക്കത്തില്ല. അവർക്ക് ബോധ്യം കിട്ടണം. ബോധ്യം കിട്ടിയാൽ അവർ ഉറച്ചു നിൽക്കും വിശ്വാസത്തിൽ. ഹല്ലേലൂയ. വളരെ കുഞ്ഞിലേ തന്നെ വിശ്വാസം കൊടുക്കണം. അവരെ വചനം പഠിപ്പിക്കണം, പ്രാർത്ഥനയിൽ വളർത്തണം, ജപമാല ചൊല്ലാൻ പഠിപ്പിക്കണം. അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുള്ള വലിയ ഭക്തിയിൽ കുഞ്ഞുങ്ങളെ വളർത്തണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഭവമാവണം. അനുഭവമായെങ്കിലേ അവർ വരത്തുള്ളൂ. എനിക്ക് അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ നാട്ടിലുള്ളതാണ്, വളരെ ക്ലോസ് ആയിട്ട് അറിയാം. അവൻ്റെ ദിവസം എന്നോട് പറയുകയാണ്, അവൻ്റെ +2 വരെ പഠിച്ച കൂട്ടുകാർ അവരെല്ലാവരും ഇപ്പോൾ +2 കഴിഞ്ഞ് 3-4 വർഷം പഠിച്ചു. എഞ്ചിനീയറിംഗ് മറ്റ് പല എല്ലാവർക്കും ജോലിയായി. അവൻ പറയുകയാണ്, അവൻ്റെ കൂട്ടുകാർ ഒറ്റ ഒരാളും കുമ്പസാരിക്കത്തില്ല, കുർബാനയ്ക്ക് പോകത്തില്ല. അവർ പലരുടെയും വിവാഹങ്ങൾ കഴിഞ്ഞ് അടുത്താണ് എന്നോട് പറഞ്ഞു, അവരുടെ കൂട്ടുകാരൻ്റെ 2 പേർക്കൂടെ വിവാഹം കഴിക്കാനുള്ളൂ. പള്ളി വെച്ച കല്യാണമൊക്കെ കടന്ന് കുമ്പസാരമില്ല, കുദാശവിധമില്ല, പ്രാർത്ഥനയില്ല. അവരൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്നോട് സംസാരിച്ച ഈ മകൻ പള്ളി പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അവൻ പറയുക, എൻ്റെ കൂട്ടുകാർക്കാർക്കും ദൈവത്തിൽ വിശ്വാസമില്ല, പള്ളിയിൽ പോകത്തില്ല. അത് അവരുടെ ഒരു ഗ്രൂപ്പ് 10-15 പേര് ഒന്നിച്ച് പഠിച്ച +2 വരെ പഠിച്ച കുട്ടികളാണ്. ഒറ്റ ഒരെണ്ണം വിശ്വാസമില്ല. എൻ്റെ നാട്ടിലെ കാര്യമാണ് ഈ പറയുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ട വലിയ ഒരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുക. അതാ ഞാൻ മുമ്പേ പരിശുദ്ധാത്മന ക്ലാസ്സിൽ പറഞ്ഞത്, അതിശക്തമായ ദൈവപ്രവൃത്തികൾ നടക്കുന്ന ശുശ്രൂഷകൾ വെളിപ്പെട്ടേ മതിയാവത്തുള്ളൂ. അല്ലാതെ ഒന്നും ജനം വിശ്വാസത്തിലേക്ക് വരത്തില്ല, അക്രൈസ്തവരും വരത്തില്ല. എൻ്റെ ടീമിലുള്ള ഒരു കുടുംബമാണ്, മണി എന്നാണ് പേര്. മണിയും ഭാര്യയും അവർ ഹിന്ദുക്കളായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഹൈറേഞ്ചിൽ പാമ്പനാർ എന്നൊരു സ്ഥലമുണ്ട്, തേയിലത്തോട്ടത്തിൻ്റെ ഏരിയയാണ്. അവിടെ ഉള്ളൊരു കുടുംബമാണ്. ഒരു 15 വർഷമായി അവർ യേശുവിനെ അറിഞ്ഞിട്ട് നമ്മുടെ ധ്യാനം കൂടാൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു. മണിയും ഭാര്യയും അവർ വരാൻ കാര്യം, നമ്മുടെ ഒരു സപ്ലിമെൻ്റ് അവരെ കിട്ടി, ആരോ കൊടുത്തു. അതിനകത്ത് രോഗശാന്തികളൊക്കെ വായിച്ചു. അപ്പോൾ അവർക്ക് ഒരു വിശ്വാസം വന്നു. കാരണം ഭാര്യയുടെ ലങ്സിന് ക്യാൻസർ, മണിയുടെ ശരീരം മുഴുവൻ സോറിയാസിസ്. അന്ന് മണിക്ക് 42 വയസ്സ് പ്രായമുണ്ട്.
ഇവർ വന്നു ധ്യാനാവസരത്തിൽ എൻ്റെ അടുക്കൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ ഒരു അത്ഭുതം ചെയ്യുകയാണ്. മണിയുടെ ശരീരത്തെ സോറിയാസിസ് മുഴുവൻ വ്രണങ്ങൾ കരിഞ്ഞു. മണിയുടെ ഭാര്യയുടെ ലങ്സിലെ ക്യാൻസർ ഹീൽ ചെയ്തു. ആ ധ്യാനം കഴിഞ്ഞിട്ട് പിറ്റേ മാസം സാക്ഷ്യം പറയാൻ വന്നു. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പരിശോധിക്കുമ്പോൾ മണിയുടെ ഭാര്യയുടെ ലങ്സിൽ ക്യാൻസർ ഇല്ല, മണിക്ക് സോറിയാസിസും ഇല്ല. ഹല്ലേലൂയ. ആ കുടുംബം യേശുവിനെ അറിഞ്ഞു. മക്കൾ ധ്യാനം കൂടി. മണിയുടെ അനിയൻ ജനാർദ്ദനൻ, ഇപ്പൊ ജോസഫാണ്, മണി സെബാസ്റ്റ്യനാണ്. ജോസഫ് അവർ കുടുംബക്കാരും ബന്ധുക്കൾ എല്ലാവരെയും ഇവർ ധ്യാനത്തിന് കൊണ്ടുവന്നു. 5-6 മാസം കൊണ്ട് അവരുടെ കുടുംബക്കാരൊക്കെ ധ്യാനം കൂടി. ഭയങ്കര സാക്ഷ്യമാണ് ഉണ്ടോ. മണിയും ഭാര്യയും സൗഖ്യപ്പെട്ടു. അവരുടെ കുടുംബം മുഴുവൻ ക്രിസ്തുവിലേക്ക് വന്നു. ഒരു ശക്തമായ അടയാളമായത്. അവർ ധൈര്യമായിട്ട് പറയുക, യേശു സൗഖ്യം തരും, അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇതൊരു ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. വിശുദ്ധ ബൈബിളിൽ ഉടനീളം എത്രയോ രോഗികളെ കർത്താവ് സൗഖ്യമാക്കി പറയുന്നത്. ചിലരൊക്കെ കണ്ണുമടച്ച് രോഗശാന്തി തട്ടിപ്പാന്നാണ് പറയുന്നത്. ആര് പറഞ്ഞു തട്ടിപ്പാണെന്ന്? എത്രയോ പേര് സൗഖ്യം പ്രാപിക്കുന്നു. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. മക്കളില്ലാത്തവരോ മക്കളെ കിട്ടുന്നു. എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങൾ യേശു ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദൈവാനുഭവം ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഉറച്ചു നിൽക്കണമെങ്കിൽ ശക്തമായ ഒരു അനുഭവം നമ്മുടെയും നമ്മുടെ കുടുംബത്തിലും മക്കളിലും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കും. നമ്മൾ കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ യുവാക്കന്മാർക്ക് ദൈവാനുഭവം ഉണ്ടാകാനും അവർ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം കൊടുക്കുന്നവരാകാനും നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ അനുഭവം ഉണ്ടായെങ്കിലേ, കർത്താവിൻ്റെ സ്പർശനം ഉണ്ടായെങ്കിലേ അവർ യേശുവിൽ പൂർണ്ണമായിട്ടും നിലനിൽക്കത്തുള്ളൂ. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എവിടെ ചെന്നാലും ഇതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എല്ലായിടത്തും ഏത് രാജ്യത്ത് ചെന്നാലും ഈ അവസ്ഥ തന്നെയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇത് കണ്ടമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ യുവാക്കന്മാരുടെ ഇടയിലുള്ള തെറ്റായ ജീവിതങ്ങൾ, ലിവിങ് ടുഗദർ. കൊച്ചി കൺവെൻഷൻ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി കേൾക്കുന്നത്. ലിവിങ് ടുഗദർ, പെണ്ണും ആണും ഒന്നിച്ച് ജീവിക്കും. ലിവിങ് ടുഗദർ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഗർഭിണിയാകാൻ പാടില്ല. അപ്പാർട്ട്മെൻറ്റിലും ലോഡ്ജിലൊക്കെ ഒന്നിച്ച് താമസിക്കുക. ഇത് കൊച്ചിയിലെ കാര്യം മാത്രമല്ല, കാനഡയിലും UK ഒക്കെ സ്ഥിതി വ്യത്യസ്തമല്ല. ഞാൻ പച്ചയ്ക്ക് അങ്ങ് പറയുക. ഒരിക്കലും ധ്യാനിക്കാൻ വന്ന ഒരു പെൺകുട്ടി, അവള് ബൾഗേറിയ എന്ന രാജ്യത്ത് മെഡിസിന് പഠിക്കുക. അവൾ എൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്, ബ്രദറെ എനിക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ ചോദിച്ചു, എന്താ മോളെ? അല്ല, മെഡിക്കൊരു പെൺകുട്ടി മെഡിസിന് 2ാം വർഷം പഠിക്കുന്ന കുട്ടി അവധിക്ക് വന്നതാണ്. അവൾ പറഞ്ഞു, ഞങ്ങളുടെ 4 കൂട്ടുകാർ ഒന്നിച്ചാണ് മെഡിസിൻ പഠിക്കാൻ പോയത്. അവൾ ഒരു ചെറുക്കൻ്റെ കൂടെ ലിവിങ് ടുഗദറാണ്. അവിടെ അപ്പനുമൊക്കെ അമ്മയൊക്കെ നല്ലൊരു പ്രാർത്ഥിക്കുന്ന. അവിടെ ബൾഗേറിയയിൽ ലിവിങ് ടുഗദറ, ഒരുത്തിൻ്റെ കൂടെ ഇവിടെ ജീവിക്കുന്നത്. ഇവളുടെ കൂട്ടുകാരിയെല്ലാം അങ്ങനെ തന്നെ. നിങ്ങളൊക്കെ വിചാരിക്കുന്നു കാനഡയിലുള്ള മോള് അല്ലെ മോന് വിശുദ്ധരായിട്ടാണ് ജീവിക്കുന്നത്. പള്ളിപ്പോക്കുമില്ല, കുമ്പസാരമില്ല, സകല വൃത്തികേടും, ചിലപ്പോൾ കള്ളും കഞ്ചാവൊക്കെ ആയിരിക്കും. തമാശ പറയുന്നല്ല. ആ കൊച്ചു പറയുക, എനിക്ക് ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ ശരിക്ക് വിടുതലിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. ധ്യാനം കൂടിയിട്ട് ആ കൊച്ചു പോവുകയും ചെയ്തു. അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ആൺകുട്ടികളും പെൺകുട്ടികളും ധാരാളമായിട്ടുണ്ട്. ഇതിന്ന് വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങള്, യുവതലമുറ നശിക്കാതിരിക്കുക, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവരെ നമ്മൾ രക്ഷിക്കണം. ഇല്ലാതെ ഒരു നിവൃത്തിയിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ഈ അടുത്ത നാളിൽ ഞാൻ UK കാർഡിഫ് എന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ വചനം പങ്കുവെച്ചിരിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചല്ലോ, അവളെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ശുശ്രൂഷ കഴിയുമ്പോൾ അവളും 14 പെൺകുട്ടികളുടെ ഒന്നിച്ച് എൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിക്കാൻ. ചേച്ചി, മോളെ നിന്നെ കണ്ട് നല്ല പരിചയം. എൻ്റെ വീട് മുണ്ടക്കയത്താണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവളും അവളുടെ പപ്പായും മമ്മിയും എല്ലാം
എല്ലാ ശനിയാഴ്ചയും മുണ്ടക്കയം ചിറ്റടിയിൽ നമ്മുടെ ഏകദിനം കൂടിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവർ യു കെയിലേക്ക് പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പം വിളും അപ്പനമ്മ എല്ലാം യു കെയിലാണ്. അവിടെ ഒരു കോളേജിൽ നേഴ്സിങ്ങിന് പഠിക്കുകയാണ്, 1-ാം വർഷം. അവൾ പറയും ഇതെല്ലാം എൻ്റെ കൂട്ടുകാരികളാണ്, ഞങ്ങൾ 1-ാം വർഷം നേഴ്സിംഗ് പഠിക്കുന്നു. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾ പറയുക, ബ്രദറെ, ഇവിടെ പഠിക്കുന്ന അനേകം നേഴ്സിംഗ് പഠിക്കുന്ന പെൺകുട്ടികൾ, കത്തോലിക്ക കുടുംബത്തിലെ പെൺകുട്ടികൾ വളരെ മോശമായിട്ടാണ് ജീവിക്കുന്നത്. ആ പിള്ളേർ പറഞ്ഞതാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവധി ദിവസങ്ങളൊക്കെ ചെറുപ്പക്കാരും കൂടെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സമയത്താണ് തിരിച്ചു വരുന്നത്. അടിപൊളി ജീവിതമാണ്. കാനഡയിലും യു കെയിലും ഒക്കെ തകർത്തു വാരുക പിള്ളേർ. കാനഡയിലെ ഒരു സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു ദേവാലയത്തിൽ ധ്യാനം നടക്കുക. ദേവാലയം നിറച്ച് മുതിർന്നവരുണ്ട്. അവിടുത്തെ അച്ഛൻ പറയുകയാണ്, ആ ഒരു ടൗണിൽ തന്നെ 800-ലധികം യുവതിവാക്കന്മാർ, ഒരു 5 വർഷം മുമ്പാണ്, യുവതിവാക്കന്മാർ, മലയാളികൾ, കത്തോലിക്കർ അവിടെയുണ്ട് പഠിക്കുന്നവർ. അവരെയൊക്കെ ഈ ധ്യാനത്തിനുകാരെ അറിയിച്ചു. വല്ലപ്പോഴൊക്കെ പള്ളി വരുന്ന പിള്ളേരാ, പല വിധത്തിൽ വിവരങ്ങളൊക്കെ അറിയിച്ചു. പക്ഷേ ധ്യാനത്തിന് വന്ന് 10 താഴെ പിള്ളേരാ. ബാക്കി ഒറ്റ ഒരെണ്ണം ആ ധ്യാന ദിവസങ്ങളിൽ പള്ളി വന്നിട്ടില്ല. വിശ്വാസത്തിന് വലിയ ഒരു ചോർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബാല്യത്തിൽ തന്നെ വിശ്വാസത്തിന്റെ പാഠങ്ങൾ കൊടുക്കണം. അവരെ വചനത്തിൽ വളർത്തണം. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.